Hi all, welcome to eMerit Learning App. നമ്മൾ ഇന്ന് പുതിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്താണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും അത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ഒത്തിരി എക്സാംസ് ഇപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ അങ്ങനെ കുറേ എക്സാംസ് വിളിച്ചിട്ടുണ്ട്. ജൂൺ 30 എക്സാം എന്ന് നമുക്കറിയാം. സോ അതിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് എത്തണം, അതാണ് നമ്മുടെ എയിം. അത് നമ്മൾ ഓരോ സബ്ജക്റ്റ് ബൈ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് എങ്ങനെ നമുക്ക് 10 മാർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ നമുക്കത് കിട്ടണം, അതാണ് നമ്മുടെ ഉദ്ദേശം. 10 മാർക്ക് നമുക്ക് എങ്ങനെ കിട്ടും, എങ്ങനെ പഠിച്ചാൽ 10 മാർക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് ഫോർമാൻ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. സോ ഈ 5 പരീക്ഷകൾക്കും ചേർത്ത് ഒറ്റ എക്സാം ആയിട്ടാണ് നടത്തുന്നത്. പണ്ട് ഇതെല്ലാം സെപ്പറേറ്റ്, ഈച്ച് കാറ്റഗറിയിൽ ഓരോ കാറ്റഗറിക്കും ഓരോ എക്സാം നടത്തിക്കൊണ്ടിരുന്ന സമയം മാറി ഇപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് സിംഗിൾ എക്സാം ആയിട്ട് നടത്തുന്നു. അപ്പൊ സിംഗിൾ എക്സാം ആയിട്ട് നടത്തുമ്പോൾ നമുക്ക് എന്താ, നേരെ വണ്ണം പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ക്രാക്ക് ദ എക്സാം. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കാനും ഗൈഡ് ചെയ്യാനും വഴി നടത്താൻ വേണ്ടി ഇമെറിറ്റ് ലേണിംഗ് ആപ്പ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത് 10,000 rupees ആണ്. ഇപ്പോൾ ഈ സെയിം കോഴ്സ് നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ടിൽ 4,950 rupees നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ ഈ കോഴ്സിനെ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ സംസാരിക്കും, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആകും. അപ്പം നിങ്ങൾ ഹാപ്പി ആയിരുന്ന നമ്മളും ഹാപ്പി ആയിരിക്കും. 7994542209 അല്ലാന്നുണ്ടെങ്കിൽ 799944333050 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് ഇമെറിറ്റ് ലേണിംഗ് ആപ്പ് മറ്റുള്ള കോഴ്സസിൽ, മറ്റുള്ള ഇഷ്ടംപോലെ എന്താ പറയുന്ന മീൻസ് ഇമെറിറ്റ് പോലുള്ള ആപ്പുകൾ നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം എന്തായിരിക്കും അതും ഇതും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്നുള്ളതാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഇമെറിറ്റ് ലേണിംഗ് ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം പ്രീ റെക്കോർഡഡ് സെഷൻസ്. ഈ പ്രീ റെക്കോർഡ് സെഷൻസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആവശ്യകത എന്താണെന്നുള്ളത്, നമ്മളെല്ലാവരും ഇപ്പം ഒരു ജോലിക്ക് പോകുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ കിട്ടുന്ന സമയം നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ എല്ലാ ക്ലാസ്സും നമുക്ക് ലൈവായിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ആ കേസസിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എപ്പോഴാണ് പഠിക്കാൻ പറ്റുന്ന ആ സമയം നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രീ റെക്കോർഡഡ് സെഷൻസ്. അപ്പോൾ പ്രീ റെക്കോർഡഡ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓഡിയോ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ കാൻഡിഡേറ്റ്സിന് വേണ്ടി ലൈവായിട്ട് ഓരോ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഡിസ്കസ് ചെയ്യുന്ന ഇന്ററാക്റ്റീവ് ലൈവ് സെക്ഷൻസിന്റെ റെക്കോർഡഡ് വേർഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പം സാധാരണ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യാറില്ല, ബട്ട് ഇപ്പം ഈ ഒരു കോഴ്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓഡിയോ ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും ഡൗട്ട് ചോദിക്കുക, എന്തുകൊണ്ടാണ് അത് നമ്മൾ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം പലർക്കും പല രീതിയിലുള്ള ഡൗട്ടുകളായിരിക്കും. അപ്പം ആ ഒരു ഡൗട്ട് കാരണം വേറൊരു കുട്ടിക്ക് അത് ഉപയോഗപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. അപ്പം അതിന് വേണ്ടിയാണ് ലൈവ് റെക്കോർഡഡ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്. ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും അതിനായിട്ടുള്ള ഫാക്കൽറ്റീസ് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സമയവും ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതിന് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന
രീതിയിലുള്ള ഉത്തരങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നു, കൺട്രോൾ സിസ്റ്റം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഞാനതിൻ്റെ ആൻസർ ഞങ്ങൾക്ക് പറയുന്നു, പക്ഷെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് ഇല്ല ഇൻ ദ സെൻസ് ആ ആൻസർ എങ്ങനെ കിട്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. എപ്പോഴാണോ യു ആർ 100% സാറ്റിസ്ഫൈഡ് അതുവരെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രൊവൈഡ് ചെയ്യുന്ന നോളജ് ഷെയറിംഗ് വിൽ ബി ഹാപ്പൻസ്. അതാണ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉപയോഗിക്കുന്നത്. ഓരോ ടെസ്റ്റ് കഴിഞ്ഞ ഓരോ പർട്ടിക്കുലർ ടോപ്പിക്സ് കഴിഞ്ഞാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ്. ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് ആയിരിക്കാൻ പാടില്ല ആദ്യമായി നമ്മൾ അസസ് ചെയ്യുന്നത്. നമ്മൾ എവറി ടൈം ഓരോ എക്സാംസും ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ആ കുറവുകൾ പരിഹരിക്കാൻ ഇമെറിറ്റ് ലേണിംഗ് ആപ്പ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന പലരും ഇതിൽ കാണുന്നുണ്ടായിരിക്കും. ദെൻ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കോഴ്സസിൽ എല്ലാത്തിലും നമ്മുടെ ടീം ഇത് ആഡ് ചെയ്തിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയം നമ്മളൊരു 5 yearsന് മുന്നേ ഉള്ള എക്സാംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്ന മാർക്കുകളൊക്കെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിരിക്കും. ബട്ട് ഇപ്പോഴത്തെ കേസുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അനാലിസിസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ ടഫായിട്ട് തന്നെ ചോദിക്കും. ടഫായിട്ട് ഇൻ ദ സെൻസ് അതൊരു കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പം ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഇമെറിറ്റ് ലേണിംഗ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അസസ് ചെയ്യാം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഡൗട്ട് നിങ്ങൾ ഒരു ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വിതിൻ 24 hours എന്ന് പറയുന്നത് ഞാൻ ഒരു എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ്. സോ മിനിമം 12 hours നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്തിരിക്കും ബൈ അവർ ടീം. അപ്പോൾ നമ്മുടെ ടീം എന്ന് പറയുന്നത് നല്ല വെൽ എക്വിപ്ഡ് ഫാക്കൽറ്റീസ് ആണ്. സോ അത് കാരണം നിങ്ങൾ അതിനൊന്നും വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സമയവും ഏത് രീതിയിലുള്ള ഡൗട്ടുകൾ ചോദിച്ചാലും വി വിൽ ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇമെറിറ്റ് ലേണിംഗ് ആപ്പ് നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറയുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഞാൻ അടുത്തതിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് തന്നെ കൺട്രോൾ സിസ്റ്റം, സിലബസ് ഡിസ്കഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റഡി പ്ലാൻ. ഇതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. കൺട്രോൾ സിസ്റ്റം എങ്ങനെ നമുക്ക് പഠിക്കാം. ഇപ്പം നിങ്ങൾ എല്ലാവരും തന്നെ സിലബസ് കണ്ടു കാണും. നമ്മളെ ഈ എക്സാംസ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ എക്സാംസിൻ്റെയും ഫോർമാൻ ഇലക്ട്രിക്കൽ, ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഇത് എല്ലാത്തിലും തന്നെ സിലബസ് റിമൈൻസ് സെയിം. അപ്പോൾ ഈ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ 10 മാർക്ക് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ 10 മാർക്ക് സ്കോർ ചെയ്താൽ നമ്മൾ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സേഫ് ആണ്. ഒരു കാര്യം മാത്രം പറയാം, നമ്മുടെ കോഴ്സിൽ കൺട്രോൾ സിസ്റ്റം നിങ്ങൾ ഫുൾ പഠിക്കുകയാണെങ്കിൽ, ഫുൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 10 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. അത് ഓർഡർ ബൈ ഓർഡർ തന്നെ നമ്മൾ കാണണം, പഠിക്കുക. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തു, സാറെന്ന് പറഞ്ഞല്ലോ നമുക്ക് 10 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോ ദെൻ 4th വീഡിയോ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗെറ്റ് 10 മാർക്സ്. അപ്പോൾ നമ്മൾ ആ ക്ലാസ് എടുത്തിരിക്കുന്ന ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ടാമത് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിക്കട്ടെ 10 മാർക്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർക്കും എഴുതാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദ റിയൽ കോമ്പറ്റീഷൻ സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ 5 ക്വസ്റ്റ്യൻസ്. പിന്നെ ഉള്ള ആ 5 ക്വസ്റ്റ്യനിലാണ് നമ്മുടെ നമ്മുടെ കഴിവ് നമ്മൾ പുറത്തെടുക്കേണ്ടത്. അപ്പൊ ആ ഒരു 5 ക്വസ്റ്റ്യൻ, കാരണം ഈ 5 ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും കിട്ടും. ഈ ഒരു 5 ക്വസ്റ്റ്യൻ നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ റാങ്ക് കുറച്ചും കൂടെ മേളിലോട്ട് കയറും. 3 ക്വസ്റ്റ്യൻ അല്ല, നമ്മുടെ ടാർഗറ്റ് 5 ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് നമുക്ക് 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 മാർക്ക് ഓരോ സബ്ജക്റ്റിലും നമുക്ക് വാങ്ങിക്കണം. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സിസ്റ്റം എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വാട്ട് ആർ ദ മെയിൻ ടോപ്പിക്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് LTI സിസ്റ്റം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് LTI സിസ്റ്റം. അപ്പൊ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് LTI സിസ്റ്റത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ എത്ര ഡെപ്തിൽ പഠിക്കണം. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ഒരിക്കലും ചോദിക്കത്തില്ല എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണെന്നൊന്നും ചോദിക്കത്തില്ല അല്ലെ. ഇപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ത് ടൈപ്പ് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്? അതായത് ലീനിയർ ടൈം ഇൻവേരിയന്റ്. അപ്പൊ എന്തുകൊണ്ട് ഒരു നോൺ ലീനിയർ ടൈം വേരിയന്റ് സിസ്റ്റത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ 3 കാര്യം. ഇത് ഞാൻ 3 കൂടെ ഒരുമിച്ച് ഞാൻ പറയാണ്. ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, മാസൺസ് ഗെയിൻ ഫോർമുല. ഈ 3 തന്നെ എന്താണ്? ഈ 3 ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള മേഖലയാണ്. ഈ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷനിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം? ഇപ്പൊ 2 ബ്ലോക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ 2 ബ്ലോക്ക് കാസ്കേഡ് കണക്ട് ചെയ്തിരിക്കുന്നു, വാട്ട് വിൽ ബി ദ റിസൾട്ട്? 2 ബ്ലോക്ക് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, വാട്ട് വിൽ ബി ദ റിസൾട്ട്? അല്ലെ. അപ്പൊ ഒരു സപ്പോസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഗെയിൻ ഉണ്ട്, ഞാനൊരു സമ്മിങ് പോയിന്റ്, ഇവിടെ ഒരു ടേക്കപ്പ് പോയിന്റ് ഉണ്ട്. ഞാൻ വാട്ട് ഹാപ്പൻസ് ഈ സമ്മിങ് പോയിന്റ് ഞാൻ ഇപ്പം ഇങ്ങനെ മാറ്റിയാൽ എന്ത് സംഭവിക്കും? സോ ലെറ്റ് ഇറ്റ് ബി G. ഈ ടേക്കപ്പ് പോയിന്റ് നോക്കിയാൽ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ മാറ്റി ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി. അപ്പൊ പിന്നെ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, റൂൾസ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ ഏത് ടൈപ്പ് സിസ്റ്റത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കാം. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ കുറിച്ചാണ്. സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് മാസൺസ് ഗെയിൻ ഫോർമുല. മാസൺസ് ഗെയിൻ ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കും. മാസൺസ് ഗെയിൻ ഫോർമുല വെച്ച് എങ്ങനെയാണ് നമുക്കൊരു എന്താ പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു പടം തന്നു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം അതിൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്, അല്ലെങ്കിൽ ആ ഫോർവേഡ് പാത്ത് ഗെയിൻ എന്താണ്, ലൂപ്പ് എന്താണ്, ലൂപ്പിന്റെ ഗെയിൻ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ നോൺ ടച്ചിങ് ലൂപ്സ് എത്ര ഉണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അല്ലെങ്കിൽ മാസൺസ് ഗെയിൻ ഫോർമുല എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം താരതമ്യേന നമ്മൾ കമ്പയർ ചെയ്യുമ്പം ആദ്യത്തെ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാൻ നോക്കിയാൽ ടൈപ്പ് ആൻഡ് ഓർഡർ ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നുള്ള ഒരു ടോപ്പിക് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇപ്പൊ ടൈപ്പ് ആൻഡ് ഓർഡർ ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ എക്സ്പെക്ട് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ സ്റ്റെബിലിറ്റി എന്ത് ടൈപ്പ് സ്റ്റെബിലിറ്റി ആണ്, അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി എന്താണ്, റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കോഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് അത് മനസ്സിലാവുകയും നമുക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയേ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് നോക്കാം. നോക്കിയേ, the open loop transfer function of a unity feedback system is given by g of s is equal to k into s plus 1 divided by s into 1 plus st into 1 plus 2s. Conditions തന്നിട്ടുണ്ട്. The closed loop system will be stable if what is the value of k? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ഇതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ കൺട്രോൾ സിസ്റ്റം പഠിക്കുമ്പം ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആൻഡ് മാസൺസ് ഗെയിൻ അത്രയും നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്ത ഒരു സെക്ഷൻ ആയിരുന്നു. ആ ഒരു സെക്ഷനിൽ നിന്ന് യു ക്യാൻ എക്സ്പെക്ട് 2 marks or 3 marks ക്വസ്റ്റ്യൻ. ദെൻ ടൈപ്പ് ആൻഡ് ഓർഡർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ അകത്താണ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുക. ഇഷ്ടം പോലെ ഉറപ്പായിട്ടും യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ്.
അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1 പ്ലസ് എസ് ടി ഇൻറ്റു 1 പ്ലസ് 2s. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ജി ഓഫ് എസ്. നോക്കിയേ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട് ഇൻ ദ PSC എക്സാംസ്. ഇനി വരുന്ന എക്സാംസിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫോർ ദ ടൈം ബീങ് ഐ എം ഗോയിങ് ടു റൈറ്റ് ദ ഇക്വേഷൻ ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ, again I want to see the question, s into 1 plus st, right? S into 1 plus st into 1 plus 2s, right? This is the question. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനെ എങ്ങനെ നമുക്ക് ചെയ്യാം. സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നോക്കി അതിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കാണുന്നു. നോക്കി, ദ ഡ്രോപ്പ് ഔട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് ആദ്യം തന്നെ സ്റ്റെബിലിറ്റിയുടെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത് മാത്രം നോക്കിയാൽ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0. So please remember 1 plus g of s h of s is equal to 0. Right? So here we know that unity feedback system h of s is equal to 1. Clear? H of s is equal to 1. Now, so what is 1 plus g of s h? So 1 plus k into s plus 1 divided by s into 1 plus st into 1 plus 2s into 1. Okay, h of s, I am making h of s is equal to 1 into 1. So what that is equal to 0. So what it means? S into 1 plus st into 1 plus 2s plus k into s plus 1 is equal to 0. അപ്പോൾ ഞാൻ ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. s plus, okay, s plus s square t into 1 plus 2s plus k into s plus 1 equal to 0. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് സ്പീഡ് കിട്ടത്തുള്ളൂ. റൈറ്റ്? എസ് പ്ലസ് 2s സ്ക്വയർ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി സ്റ്റെപ്പ്, അല്ലെങ്കിൽ ആ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇത് വേണമെങ്കിൽ മൊത്തത്തിൽ മൾട്ടിപ്ലൈ എഴുതാന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. സോ എസ് പ്ലസ് 2s സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ടി പ്ലസ് 2s cube t plus ks plus k is equal to 0. ഇനി what is 2s cube t? Okay, s cube ന്റെ ഓർഡർ s cube t. Then ഇവിടെ നമുക്ക് s സ്ക്വയർ ഉണ്ട് അല്ലേ. സോ പ്ലസ് s സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് t, പിന്നെ s ന്റെ ടേം ഉണ്ട് പ്ലസ് 1 പ്ലസ് k into s plus k is equal to 0. Okay, k is equal to 0. So this is what we get this equation. Okay, ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. 1 plus g of s h of s is equal to 0 എന്ന് പറയുമ്പോൾ we get an equation 2s cube t plus s square into 2 plus t plus 1 plus k into s plus k equal to 0 നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ സിസ്റ്റം സ്റ്റേബിൾ ആവുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ, വി ക്യാൻ യൂസ് ദ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ. ഇപ്പോൾ ഹയസ്റ്റ് ടേം എന്താ, എസ് ക്യൂബ്. സോ ഐ എം മാർക്കിംഗ് എസ് ക്യൂബ്, ദെൻ എസ് സ്ക്വയർ, എസ് റേസ് ടു 1, എസ് റേസ് ടു 0. സോ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുമ്പോൾ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയയുടെ പല പോസിബിൾ കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എസ് ക്യൂബ് ടി, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 2t. ദെൻ alternate term is 1 plus k. Then here it will be t plus 2, and again it will be k. So I am marking the s square term and the last term. Now what is the term s?
എസിന്റെ ടേം നമുക്ക് എങ്ങനെ എഴുതാം? സോ എസിന്റെ ടേം, വാട്ട് ഈസ് ദ എസ്? ലെഫ്റ്റ് എസ്. സോ എസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ്? ടി പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് കെ മൈനസ് കെ ഇൻറ്റു 2t ഡിവൈഡഡ് ബൈ ടി പ്ലസ് 2. Right? T plus 2. Now next term will be k itself. So Ruth Garbage criteria ചെയ്യുമ്പം നമുക്ക് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട് അല്ലേ? അപ്പം ഇതെങ്ങനെ അടുത്ത k എങ്ങനെ കിട്ടുന്നത്? ഈ ടേം ഇൻറ്റു ഇത് മൈനസ് ടി പ്ലസ് 2 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ ഈ ടേം ചെയ്യുമ്പോൾ നമുക്ക് k തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടേം എന്താന്ന് നോക്കാം. പ്ലീസ് സീ ദ ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം ഈസ് ഹിയർ, ഇറ്റ് ഇസ് k. So k is written here. So the last term will be repeating after every step. Okay, alternate steps il varum. Ipo k ivide aayirunengil orappaattum k ivide vandane. So k will be alternatively comes in each steps. Angane vannittundengil nammal cheythathu correct aanu ennu namukku manasilakkam. Appo ivide oru karyam manasilakkenda endana? Ivide endana namukku manasilakkenda? Ruth Hurwitz പറയുന്നത് സ്റ്റെബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഷുഡ് ബി നോട്ട് ബിക്കം എ 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് വരാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേം മാത്രം നമുക്ക് നോക്കാം. എന്താണ്? വി ക്യാൻ റൈറ്റ് ടി പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് കെ മൈനസ് കെ ടു ടി അല്ലേ? ഈ കെ ടു ടി എന്ന് പറയുന്ന വാല്യൂ ഷുഡ് ബി greater than 0 വാല്യൂ ആയിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടി. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ടി പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് കെ. ഇത് ഞാൻ ആ സൈഡിൽ കൊണ്ടുവന്നു 2kt എന്ന് കൊണ്ടുവന്നു. ആ സൈഡിൽ കൊണ്ടുവന്ന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ സൈഡിലോട്ട് മാത്രം കൊണ്ടുവന്നു 2kt എന്ന് കൊണ്ടുവന്നു. ക്ലിയർ? 2kt എന്ന് കൊണ്ടുവന്നു. ഇനി നമുക്ക് കെ ഒക്കെ ഒരു സൈഡ് കൊണ്ടുവരാം, ടി ഒക്കെ ഒരു സൈഡ് കൊണ്ടുവരാം. ഇപ്പൊ നോക്കിയേ, കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ 2t ഡിവൈഡഡ് ബൈ ടി പ്ലസ് 2 എന്ന് എഴുതി. 2t ഡിവൈഡഡ് ബൈ ടി പ്ലസ് 2. ഇപ്പൊ കെ വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് 1 ബൈ കെ ബൈ 2t ഡിവൈഡഡ് ബൈ ടി പ്ലസ് 2 എന്ന് നമുക്ക് എഴുതാം. 1 പ്ലസ് 1 ബൈ കെ 1 plus 1 by k 2t by t plus 2. അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി നോക്കി, ഇതിന്റെ ബാക്കി എഴുതാം നോക്കി. സോ 1 by k 2t by t plus 2 minus 1. So 1 by k 2t minus t minus 2 divided by t plus 2. So 1 by k എന്തായിരിക്കും? ടി മൈനസ് 2 ഡിവൈഡഡ് ബൈ ടി പ്ലസ് 2 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ? സോ കെയുടെ വാല്യൂ എന്തായിരിക്കും? വട്ട് ഈസ് കെ? കെ ഷുഡ് ബി, നോക്കിയേ, 1 by k ഷുഡ് ബി ഗ്രേറ്റർ. സോ കെ ഷുഡ് ബി ലെസ് ദാൻ ഓഫ് ടി പ്ലസ് 2 divided t minus 2. So here the value of k is nothing but t plus 2 divided by t minus 2. Clear? ഇപ്പോൾ നമുക്ക് നോക്കാം. Option will be, so option will be anyway the value of t. അപ്പോൾ നോക്കി, ഈ കേസിൽ എന്താ? ടി എന്തായാലും 0-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ടി 0-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അതുപോലെ ടി പ്ലസ് 2 ബൈ ടി മൈനസ് 2 ആയിരിക്കണം. സോ the option here will be, this is the option, C will be the option. C ആണ് ആപ്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാവുന്നത്. അപ്പം ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ നിന്ന് യു ക്യാൻ എക്സ്പെക്ട് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പം സ്റ്റേബിൾ ഉണ്ടോ? സ്റ്റേബിൾ. The closed loop system will be stable when the value of k which lies between 0 and t plus 2 by t minus 2. കണ്ടോ, എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ജി ഓഫ് എസ് എന്ന് പറഞ്ഞ വാല്യൂ തന്നിട്ട് ഓൺലി തിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് നമ്മൾ എടുക്കുന്നു. ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ റൂത്ത് അറേ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ റൂത്ത് അറേ ടേബിളിന്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ നോൺ നെഗറ്റീവ് ആൻഡ് 0. നോൺ നെഗറ്റീവ് ആവാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി
നോൺ നെഗറ്റീവ് ടൈപ്പ്, നെഗറ്റീവ് ആവാൻ പാടില്ല അല്ലേ, നെഗറ്റീവ് ആവാനും പാടില്ല, സീറോ ആവാനും പാടില്ല. ആ കണ്ടീഷൻ നമ്മൾ മുതലെടുക്കുന്നു. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ഇത് കിട്ടി. സോ യു ക്യാൻ എക്സ്പെക്ട് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദ എക്സാംസ്. ഓക്കെ, സോ ബാക്ക് ടു സിലബസ് ഡിസ്കഷൻ. നമുക്ക് കുറച്ചും കൂടെ സിലബസ് ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഞാൻ ഇതിലേക്ക് തന്നെ പോയി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടോ, ഇതിൽ നിന്ന് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻ വരും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ദെൻ അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ഓഫ് ട്രാൻസിയന്റ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ചോദിക്കാവുന്നത് റൈസ് ടൈം എന്താണ്, പീക്ക് ടൈം എന്താണ്, ഓവർഷൂട്ട്. അപ്പം ആ ഒരു എന്താ പറയുന്നത്, you can expect that type of questions also. ഇപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റം തന്നിരിക്കുകയാണ്. ഇപ്പൊ സെക്കൻഡ് ഓർഡർ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ഡാമ്പിംഗ് റേഷ്യോ എന്താണ്, ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് പല ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം. അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട്സ് എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, സോ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ഓഫ് ട്രാൻസിയന്റ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. Then impulse and step response of first order and second order system. ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ നമ്മൾ ഒരു ഇമ്പൾസ് റെസ്പോൺസ് എന്തായിരിക്കും, അതേപോലെ ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെയായിരിക്കും, സ്റ്റെപ്പ് റെസ്പോൺസ് എങ്ങനെ. അപ്പം അതിൽ നിന്നും നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഒരു ട്രാൻസിയന്റ്, ഒരു സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിന്റെ ഒരു പ്രോബ്ലം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാനായിട്ട്. സോ ലെറ്റ് വി ക്യാൻ ഡിസ്കസ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ വി കം ടു ബാക്ക് ടു ഈ ഫ്രീക്വൻസി ഇതിലേക്ക്, ഇതിൽ എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വി ക്യാൻ മൂവ് ദാറ്റ്. ഓക്കെ, വി ക്യാൻ ലുക്ക് ഇൻ ബാക്ക്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. വി ക്യാൻ സീ ദിസ് ക്വസ്റ്റ്യൻ. Then we back to അതിലേക്ക് പോവാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. സോറി ഫോർ ദാറ്റ്, ഐ എം ആഡിങ് എസ്. സോ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ടു കണ്ടീഷൻസ് ആർ there. Damping ratio 0.5, undamped natural frequency is 10 radian per second. So the steady state value of the output to a unit step input is 1.02. The transfer function of the system is എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എന്ന് നമുക്ക് അറിയാം. ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി 10 റേഡിയൻ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഒമേഗ എൻ എന്ന് പറയുന്നത് 10 റേഡിയൻ പെർ സെക്കൻഡും ഡാമ്പിംഗ് റേഷ്യോ 0.5 എന്ന് പറയുന്നത് സീറ്റയുടെ വാല്യൂ 0.5 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്താം, എസ് സ്ക്വയർ. ഇതൊക്കെ ഇത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചു. ഞാൻ ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി PSC എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റയുടെ വാല്യൂ 0.5. സോ 2 into 0.5 into ഒമേഗ എൻ ഇസ് 10. സോ 10s പ്ലസ് ഒമേഗ 10 സ്ക്വയർ. ഓക്കെ, അപ്പം എസ് സ്ക്വയർ 2 into 0.5 1. അപ്പം എസ് സ്ക്വയർ പ്ലസ് 10s പ്ലസ് 100. ഓക്കെ, എസ് സ്ക്വയർ പ്ലസ് 10s പ്ലസ് 100. ഇതാണ് നമ്മുടെ കിട്ടിയ വാല്യൂ, എസ് സ്ക്വയർ പ്ലസ് 10s പ്ലസ് 100. ഇനി നമുക്ക് നോക്കിയേ ഈ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻസ് നോക്കുമ്പോൾ ക്ലിയർ, ഒരു കാര്യം ക്ലിയർ ആയി. ബി ഓർ സി ഇസ് ദ ആൻസർ, റൈറ്റ്? ബി ഓർ സി ഇസ് ദ ആൻസർ. ബിയോ അല്ലെങ്കിൽ സിയോ ആയിരിക്കാം. കാരണം നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഈ ഓർഡർ കിട്ടിയ, കാരണം സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെ എന്താണ്, ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ എന്ത് കിട്ടി, ഡിനോമിനേറ്റർ പോർട്ട് കിട്ടി. സോ എന്താണ്, ഡിയും വരത്തില്ല എയും വരത്തില്ല. സോ യു ക്യാൻ ചൂസ് either it will be B or C. For that, രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കെ, the steady state value of the output to a unit step input is 1.02 എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട്. സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, when time reaches infinity what is the value?
Clear? When time reaches infinity, what will be the output? That is what is called a steady state output. So we can write C infinity is equal to limit s tends to 0 of s into some C of s, some transfer function. Let me some transfer function. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. ലെറ്റ് ബി ഈ കണ്ടീഷൻ നമുക്ക് ഇട്ട് നോക്കാം. ഈ കണ്ടീഷൻ ഒന്ന് ഇട്ട് നോക്കിയേ, ഈ കണ്ടീഷൻ ഒന്ന് ഇട്ട് നോക്കിയേ, ഈ ഓപ്ഷനിൽ ഇട്ട് നോക്കിയേ, എ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇട്ട് നോക്കിയേ. എസ് 0 ആകുമ്പോൾ ഈ ടേം 0, ഈ ടേം 0. സോ 1.02 divided by 100. So what will be the value here? What will be the value C of infinity? 0.00102. We get C infinity is 0.00102. Anyway, option A എല്ലാം നമുക്ക് ക്ലിയർ ആണ്. എന്താണ് 0 plus 0 ഇത് കിട്ടി. We can choose in the case of B. What happens? B എഴുതുമ്പോൾ നോക്കിയേ s square 102 divided by 100. So 102 by 100 എന്ന് പറയുന്നത് എന്താണ്? C infinity is equal to 1.02. Just substitute the value when s tends to 0. അല്ലെ, എസ് 0ലേക്ക് ടെൻഡ് ചെയ്താൽ മാത്രം മതി. C infinity. So we have, നിങ്ങൾക്ക് ഡൗട്ട് വരാം, s into C of s എന്നല്ലേ പറഞ്ഞത് അല്ലെ? s into C of s നമുക്ക് ഓൾറെഡി സി ദിസ് ഇസ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. ദിസ് ഇസ് എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പം ആ എസ് നമുക്ക് പോയി 1/s ആണ് വരുന്നത് അല്ലെ? യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് 1/s. സോ എസ് ആൻഡ് 1/s ക്യാൻസൽഡ്. അപ്പം അതുകൊണ്ട് ഞാൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാത്രം എടുത്ത്. സി വാട്ട് ഈസ് ദിസ്? Is it clear? What is this? This is transfer function. C of s by R of s. R of s ന്റെ value 1/s. So again 1/s. അപ്പോൾ 1/s അതായത് ശരിക്കും ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 1/s വരും. സോ എസ് ആൻഡ് എസ് ക്യാൻസൽ. ലെറ്റ് അതുപോലെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ. സോ എനിവേ വി ഗെറ്റ് ദ വാല്യൂ C of infinity is 1.02. ദാറ്റ് മീൻസ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് 1.02 കിട്ടുന്നുണ്ട്. അപ്പോൾ 1.02 കിട്ടുന്നത് എന്തോ ഇതിന് മാത്രമേ ഉള്ളൂ. സി ഇതിനെ നോക്കിയേ എന്ത് കിട്ടും? the value of C infinity is equal to 1. Here also we get C infinity is equal to 1. So the only option will be option B is the correct answer. Okay, B is the correct answer. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ എന്താ ഈ ടൈം റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ ആ ടൈം ട്രാൻസിയന്റ് സ്റ്റഡി സ്റ്റേറ്റ് അങ്ങനെയുള്ള പോർഷൻസിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സോ അത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്താ? വി ഷുഡ് റിമെമ്പർ ദ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ആൻഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം. ക്ലിയർ? I hope it is clear. So again, and ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഐ ഗോൺ ബാക്ക് ടു ജസ്റ്റ് സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, so I hope it is clear. So type and order system, we go for characteristic equation, time domain specification, impulse step response. ഇവിടെ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരാം. ഇനി സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസ് ഓഫ് ടൈപ്പ് 0, 1, 2 സിസ്റ്റം. സോ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് KP, KV and KD. KP, KV, K അതായത് പൊസിഷൻ എറർ കോൺസ്റ്റന്റ്, വെലോസിറ്റി എറർ കോൺസ്റ്റന്റ്, ആക്സലറേഷൻ എറർ കോൺസ്റ്റന്റ്. അപ്പൊ ഈ 3 കോൺസ്റ്റന്റ്സിന്റെയും വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും ടൈപ്പും ഓർഡറിനെയും സംബന്ധിച്ച്. അപ്പൊ അത് വെച്ച് നമ്മളൊരു ചാർട്ട് പഠിച്ചിട്ടുണ്ട്. ആ ചാർട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് ഇതിൽ എഴുതാം. അപ്പൊ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞിട്ട് അതിന്റെ എന്താ സ്റ്റഡി സ്റ്റേറ്റ് എറർ എത്രയാണ്, 0 ആണോ, ഇൻഫിനിറ്റി ആണോ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ ടേബിൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ടേബിൾ അറിയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കുക, എന്താണ് ടൈപ്പ്, എന്താണ് ഓർഡർ എന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓർഡർ എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ഓഫ് എസിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പോൾസ് അറ്റ് ഒറിജിനെ നമ്മൾ ടൈപ്പ് എന്നും പറയാറുണ്ട്. അപ്പം ഈ ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 എന്നൊക്കെ പറയുന്നതും ഓർഡർ നമ്മൾ പറയുന്നതും അതനുസരിച്ച് നമ്മൾ സാധാരണ പോളാർ പ്ലോട്ട് വരയ്ക്കാൻ നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ടൈപ്പും ഓർഡറും നമ്മൾ പറയുന്നത്. പിന്നെ you can definitely 100% ഉറപ്പാണ് you can expect 1 or 2 questions from Routh-Hurwitz criteria. Routh-Hurwitz criteria ഇരുന്ന് 1 or 2 questions നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാം. അതിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് കെ, ആ സിസ്റ്റം സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ബോർഡേ പ്ലോട്ടും പോളാർ പ്ലോട്ട് അങ്ങനെയുള്ള
കേസസിൽ ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ, ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാവുന്നുണ്ട് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്താണ്, ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്താണ്, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് തരുന്നു, ആ പ്ലോട്ട് തന്ന ഒരു ബോർഡർ പ്ലോട്ട് നിങ്ങൾക്ക് തരുന്നു. അതൊന്നും PSC എക്സാമിന് ചോദിച്ചുകൂടാനൊന്നുമില്ല, അതൊക്കെ ഗേറ്റ് എക്സാമിന് മാത്രമേ ചോദിക്കാവുന്നൊന്നുമില്ല. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസ് കൂടുന്നതനുസരിച്ച് യു ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ബോർഡർ പ്ലോട്ട്, ഒരു ബോർഡർ പ്ലോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ബൈ ജസ്റ്റ് ലുക്കിംഗ് ഇൻ ടു ദ ഫിഗർ നമുക്ക് എങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. Then എന്താണ് ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ, ഗോ ടു ദ കൺസെപ്റ്റ്. ഗെയിൻ മാർജിന്റെ കൺസെപ്റ്റ് എന്താണ്, എന്തിനാണ് നമ്മൾ ഗെയിൻ മാർജിൻ പഠിക്കുന്നത്, എന്തിനാണ് ഫേസ് മാർജിൻ പഠിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം മാർക്ക്. ആ സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പം ഈ ഒരു ടോപ്പിക്സ്, ഇത്രയും ഒരു ടോപ്പിക്സ് എല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പം എന്താ പറയുന്ന നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന സിലബസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ ഒരു ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. എഗെയിൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്താണ് എന്നുള്ളത്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. സി, the open loop transfer function of a unity feedback control system is g of s is equal to 1 upon s plus 2 the whole square. The closed loop transfer function will have poles at. So open loop transfer function g of s ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ് എവിടെ ആയിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, only thing we know the characteristic equation 1 plus g of s h of s is equal to 0. So 1 plus what is g of s? 1 by s plus 2 the whole square into 1 is equal to 0. Clear? But h of s 1 എന്ന് എടുക്കാനുള്ള കാരണം യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സോ അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, h of s ന്റെ വാല്യൂ 1 ആയിട്ട് നമ്മൾ എടുത്തു. സോ LCM നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വി ഗെറ്റ്, s plus 2 the whole square plus 1 is equal to 0 by s plus 2 the whole square എന്ന് വരും. So it will become cancelled. So what is s square? So s square plus 4s plus 4 plus 1 is equal to 0. So we get s square plus 4s plus 5 is equal to 0. So ഇതാണ് നമുക്ക് കിട്ടിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. s square plus 4s plus 5 equal to 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ഇതിന്റെ റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിന്റെ റൂട്ട്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. എന്താണ് നമ്മുടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഇക്വേഷൻ അല്ലേ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. റൂട്ട് കണ്ടുപിടിക്കാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16 മൈനസ് 4 ഗുണം 1 ഇൻറ്റു 5. സോ 4 ഇൻറ്റു 1 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 മൈനസ് 20. സോ -4 ബൈ 2. ഇപ്പം -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4ന്റെ റൂട്ട് 2 ആണ്. അപ്പോൾ 2j നമുക്ക് എഴുതാം, 2j ബൈ 2. അപ്പം what will be the roots? -2 പ്ലസ് ജെയും വരും, -2 മൈനസ് ജെയും വരും. Okay, -2 minus j വരും. So these are the roots. Clear? -2 plus j -2 minus j കിട്ടും. So option C is the answer. ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ PSC എക്സാംസിന് ചോദിക്കുക. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇൻസ്പെക്ടറേറ്റിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല, കഴിഞ്ഞ ഏതോ ഒരു ഇലക്ട്രിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലായി പോകുന്നേക്കെ. ഒരു ബോർഡർ പ്ലോട്ടിൽ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കി. If a system consists of 1, 0 and 5 poles, the final slope of the magnetic plotting is dash decibel per decade. Okay, എത്ര ഡെസിബൽ പെർ ഡെക്കേഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സിസ്റ്റത്തിൽ ഒരു 0യും 5 പോളും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റത്തിൽ ഒരു 0, 5 പോളും ഉണ്ടെങ്കിൽ അതിന്റെ എത്ര ഡെസിബൽ പെർ ഡെക്കേഡ് ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു 0 പിന്നെ എത്രയാ, 5 പോൾസ് അല്ലേ.
അപ്പോൾ ഒരു കാര്യം മാത്രം, സീറോസിന് എപ്പോഴും +20 ഡെസിബിൾ പെർ ഡെക്കേഡ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, +20 ഡെസിബിൾ പെർ ഡെക്കേഡ്. അതേപോലെ പോൾസിന് നമ്മൾ പറയുന്നത്, പോൾസിന് എപ്പോഴും -20 ഡെസിബിൾ പെർ ഡെക്കേഡ് ആയിരിക്കും. ഓക്കെ, സോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ 5 പോൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 × 20, ഒരു 0 ഉള്ളൂ. സോ 1 × 20 പ്ലസ് ഇവിടെ എത്ര 5 പോൾസാണ് ഉള്ളത്. സോ 5 × -20 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? -100 ഇവിടെ +20, അപ്പം -80 എന്ന് കിട്ടും. സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ സ്ലോപ്പ്. ഈ ശരി നമുക്ക് കണ്ടുപിടിക്കാം. -80 വിൽ ബി ദ ആൻസർ. അല്ല -80 വിൽ ബി ദ ആൻസർ. സോ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയേ, +20 വിൽ ബി മൈ 0. ഓക്കെ, +20 ആണ് എൻ്റെ ഒരു 0 ഉണ്ടാവുന്ന സ്ലോപ്പ്. ദെൻ 5 പോൾ -20. സോ -20 എന്ന് പറയുമ്പോൾ എന്തോ ചേഞ്ച് ഇൻ സ്ലോപ്പ് എത്രയാ? 0. അടുത്ത് അഗെയിൻ -20, അപ്പം ചേഞ്ച് ഇൻ സ്ലോപ്പ് എത്രയാ? -40. 20 അഗെയിൻ, അപ്പോൾ അത് -60. 20 അഗെയിൻ -80. സോ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, 5 പോൾസ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. ഓക്കെ, സോ ഐ ഗോട്ട്, നമുക്ക് നോക്കി ഇതിപ്പം അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ, എനിക്ക് തോന്നുന്നു അത് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെ നമ്മൾ അങ്ങനെ എഴുതി നോക്കുമ്പോൾ അതിപ്പോൾ നമ്മൾ ബോർഡർ പ്ലോട്ട് നമ്മൾ ടേബിളായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പാടായിരിക്കും. സോ പ്ലസ് ഇങ്ങനെ നോക്കിയാലും മതി. വിൽ ബി +20, -20, -20, -20, -20, -20, 3 to 5. Okay, so what will be the change in slope here? 0, right? 0. So what is this? 0 -20, -20, -20, -20, -40, -40, -20, -60, -20, -60, -20, -80. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഡെസിബിൾ എത്ര ഡെസിബിൾ പെർ ഡെക്കേഡ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാം. ക്ലിയർ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതും വളരെ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം വിത്ത് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1/1/s is excited by a signal 10 sin t, its steady state output will be, ഇതാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ തിങ്. ഓക്കെ, ഇതാണ് ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നു 1/1/s. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 10 sin t ആണ്. 10 sin t. സോ വാട്ട് വിൽ ബി മൈ ഔട്ട്പുട്ട്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി മൈ ഔട്ട്പുട്ട്? ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ നോക്കിയേ. സ്റ്റഡി സ്റ്റേറ്റ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എസ് വെൻ വി ആർ പ്രൊവൈഡിങ്? എസിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് അത് 0 ആവുന്നത്? -1, റൈറ്റ്? So this 1/1/s can be written as 1/1 + j omega. 1/1 + j omega. Clear? 1/1 + j omega. So ഈ 1/1 + j omega എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഫോം ഇരിക്കുകയാണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പോളാർ ഫോമിലേക്ക് ആക്കുകയാണ്. നോക്കി, I am converting this into a polar form. So 1/1 + j omega can be written as 1/1 + j omega into 1 - j omega divided by 1 - j omega. Right? അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം we get 1 - j omega by 1 - omega square എന്നുള്ളത് നമുക്ക് കിട്ടും. So I am looking into ഈ ഒരു ടേം മാത്രമേ കൺസിഡർ ചെയ്യണം. So what will be the value of r? What will be the value of r? ഇതിൽ r-ന്റെ വാല്യൂ എന്തായിരിക്കും? R is nothing but root of 1 + 1. 1 square + 1 square. 1 upon root of 1 + 1. Now we get the value of R is equal to 1/√2. Okay, 1/√2. Then what about the angle? Tan inverse of omega by 1. Clear? Omega by 1. So it's 1 - j omega. That means
minus of tan inverse omega. So what did we get? Omega by 1. So not omega by 1, but we can say what is omega by 1? We can get tan inverse of omega by 1. It's nothing but minus 45 degree, or we can write minus pi by 4. Okay, so 1 by root 2, this value 1 by root 2, angle minus pi by 4. Just include that's all the answer. We get the answer. 10 by root 2 sine of t, displacement pi by 4. So t minus pi by 4. So this is the answer we get. Okay, but 10 sin t which excited is just all a system in a matra on a polar formula other number implement the basics. This is the first class basic area. We get the answer C will be the option we get 10 by root 2 into sine of t minus pi by 4. So, but in this session, we will discuss പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാമെന്നും നമ്മൾ നോക്കി. സിലബസ് നമ്മൾ ഒരുവിധം എന്തൊക്കെ മെയിൻ പാർട്സ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട പോർഷൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, കൺട്രോൾ സിസ്റ്റത്തിന്റെ കോഴ്സ് നിങ്ങൾ ഫ്രം ഫസ്റ്റ് വീഡിയോ ടു ലാസ്റ്റ് വീഡിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം പ്രിറ്റി ഷുവർ യു ഗെറ്റ് 10 മാർക്സ് ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിൽ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിപ്ലൈ അതിൽ നിന്ന് കിട്ടും. സോ ഈ മെറിറ്റ് ലേണിംഗ് ആപ്പ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, അതായത് നിങ്ങൾക്ക് എന്ത് അക്കാഡമിക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും പ്രൊവൈഡ് ചെയ്യും. ഞാൻ ആദ്യം കാണിച്ച് വീണ്ടും ഞാൻ ആദ്യത്തെ സ്ലൈഡിലേക്ക് പോവാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ് തരാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ അക്കാഡമിക് ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും feel free to contact on these 2 numbers. Our team will always free to help. Okay, ഞങ്ങളുടെ ടീം എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്, വളരെ സന്തോഷത്തോടു കൂടി. കാരണം നിങ്ങളുടെ സന്തോഷം തന്നെയാണ് നമ്മുടെ ടീമിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച്, ഈ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നതെന്നും ഇത്ര മെറ്റീരിയൽസ് എങ്ങനെ മെറ്റീരിയൽസ് അസസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ 2 നമ്പർ ഏതെങ്കിലും ഒരു നമ്പറിൽ വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെറിറ്റ് ലേണിംഗ് ആപ്പ് ഇസ് വെരി 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 എന്താ പറയുക ഫ്രണ്ട്ലി ടു യു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഓൾവേസ് വി ആർ റെഡി. ഓക്കെ, ഐ ഹോപ്പ് ഈ സെഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു 4 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു കാണിച്ചു. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് മീൻസ് നിങ്ങൾക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.